ന്യൂസിന്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻജോർഡ് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. അതെ, അവിടെ ഒരു ടീം നിൽപ്പുണ്ട്, നമുക്കൊന്ന് സെറ്റ് ആക്കാം. എക്സ്ക്യൂസ് മീ, ഞങ്ങൾ VMTV ന്യൂസ് ഇൻജോർഡ് എന്നൊരു പ്രോഗ്രാം ചെയ്യാൻ വന്നതാ. 10 കുസൃതി ചോദ്യം ചോദിക്കും, നിങ്ങൾ ആൻസർ പറയുക. താല്പര്യമുണ്ടോ? ഓക്കെ, ക്ലൂസ് ഒക്കെ തരും. ഓക്കെ, ഇഷ്ടംപോലെ ക്ലൂസ് തരും. ഇൻഡിവിജ്വലായിട്ട് മത്സരിക്കണം. 20 സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക. കൂടുതൽ ആര് പറയുന്നവരാണ് വിജയി. അത്രയേ ഉള്ളൂ. ഗ്രൂപ്പ് മത്സരം അല്ല. ഓക്കെ, അവസാനം അടിയാവരുത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ എങ്കിൽ? ഓക്കെ, ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ചുണ്ട് തട്ടും. അറിയായിരുന്നു, പെട്ടെന്ന് ചുണ്ടുകൾ തമ്മിലൊന്ന് കൂട്ടിമുട്ടിച്ച് നോക്കൂ, അപ്പൊ അറിയാം. ചുണ്ട് തട്ടുമല്ല, വാടയും. കൊള്ളാം, നീ രക്ഷപ്പെട്ടു. എപ്പോഴും കേൾക്കാറുണ്ടോ വാടാന്നോ? ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ പങ്കുവെക്കും, പക്ഷെ പങ്കുവെച്ചാൽ അത് നഷ്ടമാകും. എന്താണ്? സമയമല്ല. ഈ ഒരു സാധനം നമുക്ക് എല്ലാവർക്കും കാണും. നമ്മുടെ ഉണ്ടെങ്കിലും അത് ആരുടെ അടുത്തെങ്കിലും നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളിൻ്റെ അടുത്തത് പങ്കുവെക്കും. പക്ഷെ പങ്കുവെക്കുന്ന ആ സമയത്ത് ആ ഒരു സാധനം നഷ്ടപ്പെടും. പിന്നെ അതിന് ആ ഒരു പേര് രഹസ്യം. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഇതൊന്നും ആരും പറയാത്ത ക്വസ്റ്റ്യനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവർക്ക് എല്ലാം അറിയാലും ഇവിടെ വെച്ച് മത്സരിക്കേണ്ടിയിരുന്നു. ഓക്കെ, എന്തായിരുന്നു പേര്? നമ്മൾ പരിചയപ്പെട്ടില്ല, മറന്നുപോയി. സനിക. എവിടെയാ സ്ഥലം? വിളപ്പശാല. എല്ലാവരും വിളപ്പശാല. ഇതാരാ? ഇത് കസിനാണ്. ഇത് ചേച്ചിയുടെ 2 മക്കള്. ഓക്കെ, മോളുടെ പേരെന്താ? റോഷിക. പാട്ട് പാടോ? പാടും. ഒരു പാട്ട് പാടും. കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളി കലയ്ക്കുള്ളില് ചാമകൺമുയൽ, ഇങ്ങനീല തുരുത്തില് നീർപ്പഴത്തിൻ നിഴലിടും, അമ്പിളി കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ, അമ്മ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി തന്നെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, തല തൊഴുത്തുള്ളരാശലയ്ക്കും വെറ്റില ചെല്ലവിനോ, ഭൂമിയെ താഴെ മൂടും അത്രയും വെറ്റിലിട്ടു വയ്ക്കാൻ കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ച് തളിരാടി വളരെ. അടിപൊളിയായിരുന്നു കേട്ടോ. കുഞ്ഞു അടിപൊളിയായിട്ട് പാടിയല്ലേ, അറിയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഡാഷ് മടിച്ച ഒരാൾ ഡാഷത്തിൽ വീണപ്പോൾ ഡാഷ് മുണ്ട് നനഞ്ഞു. എന്താ അവസാനത്തെ ആ ഒരു ഡാഷ്? വെള്ളത്തിൽ വീണപ്പോ വെള്ളം ഉണ്ട് നനഞ്ഞു. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളൊക്കെ നിൽക്കൂ, കുട്ടി ആൻസർ പറയുന്നതാണ്. 3 ക്വസ്റ്റിന്റെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ അല്ലേ? കസേരെടുത്ത് ഇരിക്കാനുള്ളായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇടം നഷ്ടപ്പെട്ടാൽ പിന്നെ മുന്നോട്ട് നടക്കാൻ പറ്റാത്തത് ആർക്കാണ്? മുന്നോട്ട് പോകാൻ പറ്റാത്തത് ആർക്കാണ്? ഇണ നഷ്ടപ്പെട്ടാൽ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്തത് ആർക്കാണ്? നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്, എല്ലാവർക്കും ഉണ്ട് അല്ലേ? എന്തോന്നാണ്? ചെരുപ്പ്. ചെരുപ്പ് കറക്റ്റ് ആൻസർ ആണ്. മോളുടെ പേരെന്തായിരുന്നു? റോഷ്ന. ഓക്കെ, ഏത് ക്ലാസ്സിലാ? 6-ലായി, പക്ഷെ കണ്ടാ പറയത്തില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഭക്ഷണം കഴിക്കാൻ എടുക്കാത്ത പാത്രം ഏതാണ്? കഥാപാത്രം. കണ്ടു, 2 കറക്റ്റ്. ഗർഭപാത്രം കറക്റ്റ്. മാറി നിന്നൊക്കെ ചിരിക്കാണ്, ചിരി സഹിക്കാൻ പറ്റില്ല. 3 ക്വസ്റ്റിന്റെ ആൻസർ ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഏറ്റവും സുരക്ഷിതമായ ടീ ഏതാണ്? സുരക്ഷിതം എന്നതിനെ ഇംഗ്ലീഷിലോട്ട് ആക്കിയാൽ മതി, കിട്ടും. സേഫ്റ്റി. യെസ്, കറക്റ്റ് ആൻസർ. 4 ക്വസ്റ്റിന്റെ ആൻസർ ആയി. 4 ക്വസ്റ്റിനെ എപ്പോഴും പറയുന്നത് ആൾ ലീഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് പറഞ്ഞത്, കൂടുതൽ ആൻസർ പറഞ്ഞത്. ഇത് ആരാ മോളുടെ? കുഞ്ഞമ്മയാണ്. ചേച്ചിന്ന് വിളിക്കുള്ളൂ. കുഞ്ഞമ്മയാണ്. കൊച്ചിനെ മുതലേ ചേച്ചിന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് കുഞ്ഞമ്മ. ഓക്കെ, അപ്പൊ കുഞ്ഞമ്മ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം.
ഒരു റബ്ബർ ബാൻഡിന് വരാവുന്ന അസുഖം എന്താണ്? ഇതൊക്കെ കേട്ട് മടുത്തില്ല. ചുമ്മാ റബ്ബർ ബാൻഡ് വലിച്ചോണ്ടിരിക്കുന്ന ശീലം ഉണ്ടല്ലേ, അതായിരിക്കും ആൻസർ പറഞ്ഞ്, അല്ലെങ്കിൽ പിന്നെ പറയത്തില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ആൻസർ അടിപൊളിയാണ് കേട്ടോ. മനുഷ്യനെ ആദ്യമായി ചവിട്ടിയ പാത്രം. എനിക്കറിയാമായിരുന്നു, ഗർഭപാത്രത്തിൽ കുറെ നേരം കൊണ്ട് കിടന്ന് പിടിക്കുകയല്ലേ. എത്ര ക്വസ്റ്റിന്റെ ആൻസർ ആയെന്നറിയോ? 6 ക്വസ്റ്റിന്റെ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഒരിക്കലും കായ്ക്കാത്ത മരം ഏതാണ്? സ്കൂളിലൊക്കെ ഈ ഒരു മരം വരും കൂടെ കൂടെ, പിന്നെ ക്ലാസ് കാണത്തില്ല. എന്താ? ഒരിക്കലും കായ്ക്കാത്ത മരം. മരത്തിന്റെ ഫ്രണ്ടിൽ ഒരു ഒറ്റ അക്ഷരം ചേർത്താ മതി. പൂമരം. പൂക്കുന്ന മരല്ലേ? സ്കൂളിൽ അവധി വരുന്നതാ. ഒരു സ്കൂളിലും കോളേജിലും ഒക്കെ നമുക്ക് സമരം. സന്തോഷമുള്ള ദിവസങ്ങളല്ലേ. ഓരോ ചേട്ടൻ വരെ കാത്തിരിക്കും, ചേട്ടൻ കൊടിയും പിടിച്ച്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഒരു ക്വസ്റ്റിനുള്ളൂ. ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം എന്താണ്? പേന. നേരത്തെ കണ്ടിട്ടുണ്ടോ ഇതൊക്കെ? ഇവിടെയൊക്കെയോ കുസൃതി ചോദ്യം കേട്ട് പക്ഷെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ എത്ര ക്വസ്റ്റിന്റെ ആൻസർ ആയി? 7 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. എന്തായിരുന്നു പേര്? സനിക. അല്ലാത്ത പേര് കേട്ടോ, സനിക. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിന്റെ വിജയി സനികയാണ്. അപ്പോൾ സനികയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ബാലരാമപുരം കൈത്തറയുടെയും ചെറിയൊരു സ്നേഹോപകാരമുണ്ട് നൽകുന്നതിന് വേണ്ടി VM-TV ന്യൂസിന്റെ ഡയറക്ടറും കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പെരുമഴ എന്താണെന്ന് അറിയണ്ടേ? രഹിതരായ 100 പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ. ഒക്ടോബർ 30-ാം തീയതി നടക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ 6ാമത്തെ നറുക്കെടുപ്പിന്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഒന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് 3 സെന്റ് വെച്ച് 5 പേർക്കാണ്. ഈ 5 പേർക്ക് 250 പേരിൽ നിന്നാണ് ഞങ്ങൾ 5 പേരെ തിരഞ്ഞെടുക്കുന്നത്. ഓരോ മാസവും 50 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ ഡിസംബർ വരെ ആകുമ്പോൾ ഏകദേശം 250 പേർ. ഭാഗ്യശാലികളായ 5 പേർക്ക് നിങ്ങൾക്ക് 3 സെന്റ് വെച്ച് ലഭിക്കുന്നത്. ഈ വസ്തു നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്താണ്. അതിമനോഹരമായ ഒരു വസ്തുവാണ്. കാരണം വീട് വയ്ക്കാൻ വെള്ളവും മറ്റ് അത്യാവശ്യ ഘടകങ്ങളായ എല്ലാ സംഗതിയും ഉള്ള ഒരു അതിമനോഹരമായ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഒന്നാം സമ്മാനമായി എത്തിക്കുന്നത്. രണ്ടാം സമ്മാനമായിട്ട് രണ്ടാമത് സെലക്ട് ചെയ്യുന്ന ടോക്കണിന് ഒരു ഗോൾഡ് കോയിനാണ് ലഭിക്കുന്നത്. മാസം തോറുമുള്ള നറുക്കെടുപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോത്സാഹന സമ്മാനങ്ങൾ മാത്രമാണ്. അതോടൊപ്പം തന്നെ മെഗാ നറുക്കെടുപ്പിൽ വമ്പൻ സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത്. ആ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം 10 പേർക്കാണ് ലഭിക്കുന്നത്. അതിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു താവൂക്ക് കമ്പനിയും ബാക്കി 9 ടോക്കണിന് ലഭിക്കുന്നത് 9 വീടുകളുമാണ്. രണ്ടാം സമ്മാനമായി 13 പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതിൽ 10 പേർക്ക് 5 സെന്റ് വെച്ചും അല്ലാതെ 2 പേർക്ക് 5 സെന്റ് വെച്ചും അതോടൊപ്പം തന്നെ ഒരാൾക്ക് 10 സെന്റും വെച്ചു. അങ്ങനെ 13 പേരെയാണ് ഞങ്ങൾ രണ്ടാം സമ്മാനത്തിൽ തിരഞ്ഞെടുക്കുന്നത്. 3ാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏവരുടെയും സ്വപ്നവാഹനമായ താർ കാറാണ്. അതോടൊപ്പം 4ാം സമ്മാനമായി ലഭിക്കുന്നത് ഹോണ്ട വിപണിയിൽ ഇറക്കിയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളിൽ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച മോഡലായ ഡിയോ സ്കൂട്ടർ, അതും 3 പേർക്ക്. 5ാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്ന 25 പേർക്ക് ഗോൾഡ് കോയിനും അതോടൊപ്പം തന്നെ 6ാം സമ്മാനമായി 100 പേർക്ക് ഗൃഹോപകരണങ്ങളുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയവ. 500, 1000, 1500, 5000, 10000 എന്നീ രൂപയ്ക്ക് നിങ്ങൾക്ക് കൂപ്പണുകൾ ലഭിക്കും. അതിൽ 500 രൂപയ്ക്ക് 2 ടോക്കണും 1000 രൂപയ്ക്ക് 5 ടോക്കണും 1500 രൂപയ്ക്ക് 7 ടോക്കണും 5000 രൂപയ്ക്ക് 25 ടോക്കണും 10000 രൂപയ്ക്ക് 50 ടോക്കണുമാണ് ലഭിക്കുന്നത്. വ്യത്യസ്തമായ നമ്പറുകളിൽ നിങ്ങൾക്ക് ടോക്കണുകൾ ലഭിക്കുന്നതാണ്. 1000 രൂപയ്ക്ക് ഡബിൾ ബെഡ്ഷീറ്റും ഷർട്ട്, മുണ്ട് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ 1500 രൂപയ്ക്ക് ഒരു ജോഡി ഷർട്ട്, മുണ്ട് അല്ലെങ്കിൽ സാരി, ചുരിദാർ ഇഷ്ടമുള്ള ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 5000 രൂപയ്ക്ക് ഒരു കുടുംബത്തിന് ആവശ്യമായ തുണിത്തരങ്ങൾക്കൊടൊപ്പമാണ് നിങ്ങൾക്ക് 25 ടോക്കനും അതോടൊപ്പം തന്നെ 10000 രൂപയ്ക്ക് 50 ടോക്കനും ഒരു കുടുംബത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും ലഭിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആശ്രയ കിറ്റിലൂടെ നൽകുന്നത്. നിങ്ങളെല്ലാവരും ടോക്കൺ എടുക്കുകയല്ലേ? അനുശ്രീ, വെറും അനുശ്രീ അല്ല, അനുശ്രീ പോയി നമുക്ക് ആറ്റിങ്ങിൽ. എന്റെ അടുത്ത് എന്തെങ്കിലും കുസൃതി ചോദ്യം ചോദിക്കാനുണ്ടോ? ചോദിക്കും. അതൊക്കെ അറിയായിരിക്കും. എങ്ങനെ ചോദിക്കടി? ഏറ്റവും കൂടുതൽ ആള് കൂടുന്ന ഇംഗ്ലീഷ് അക്ഷരം ക്യൂ. അറിയാലോ. എനിക്ക്
അപ്പോൾ എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.